അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. 4ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, നൂസിലു ബിൽ മുനാസിബി, യോജിച്ചതുകൊണ്ട് നമുക്ക് ചേർക്കാം. ബ്രാക്കറ്റിൽ തജ്ലിസാനി യൽഅബൂന യുഹിബ്ബു സിറാഅത മിനൽ ഹൗലി ലി സിയാറത്തി ഫിൽ ഹദീഖത്തി. ഒന്ന്, ദഹബ സിനാനുൻ ഡാഷ് അൽ ഹദീഖത്തി. ദഹബ സിനാനുൻ, സിനാന് പോയി, ലി സിയാറത്തിൽ ഹദീഖത്തി, പൂന്തോട്ടം സന്ദർശിക്കാൻ വേണ്ടി. രണ്ട്, അൽ അസദു, സിംഹം ഡാഷ് അൽ അസദു ഫിൽ ഹദീഖത്തി, സിംഹം പൂന്തോട്ടത്തിലാണ്. മൂന്ന്, യതവല്ല ബാസിമുൻ ഡാഷ് യതവല്ല ബാസിമുൻ, ബാസിമു വുളൂ ചെയ്യുന്നു, മിനൽ ഹൗലി, ഹൗലിൽ നിന്ന്. നാല്, ഹാമിദുൻ ത്വാലിബുൻ മാഹിറുൻ ഡാഷ് ഹാമിദുൻ ത്വാലിബുൻ മാഹിറുൻ, ഹാമിദ് നല്ല കഴിവുള്ള വിദ്യാർത്ഥിയാണ്, യുഹിബ്ബു സിറാഅത, അവൻ കൃഷി ഇഷ്ടപ്പെടുന്നു. അഞ്ച്, അർ റിജാലു ഡാഷ് ബിൽ ഖുറത്തി അർ റിജാലു, പുരുഷന്മാർ, യൽഅബൂന ബിൽ ഖുറത്തി, അവർ പന്ത് കൊണ്ട് കളിക്കുന്നു. ആറ്, അൽ ബിൻതാനി ഡാഷ് അലൽ മഖ്യാദി അൽ ബിൻതാനി, രണ്ട് പെൺകുട്ടികൾ, തജ്ലിസാനി അലൽ മഖ്യാദി, ബെഞ്ചിന്മേൽ ഇരിക്കുന്നു. രണ്ട്, നുകമ്മിലുൽ ജദ്വല, നമുക്ക് പട്ടിക പൂർത്തിയാക്കാം. അൽ അയ്യാമു, അഷ്ഷുഹൂറു, അൽ അഹമ്മിയത്തു എന്നീ 3 കോളങ്ങളാണുള്ളത്. ഇത് ഇതേപോലെ ബുക്കിൽ വന്നൊരു ഭാഗമാണ്. അൽ അയ്യാമു ദിവസങ്ങൾ, അഷ്ഷുഹൂറു മാസങ്ങൾ, അൽ അഹമ്മിയത്തു പ്രത്യേകത. അസ്സാബിയു അഷറ, 17ാം ദിവസം, റമളാനു, റമളാൻ മാസത്തിലെ 17ാം ദിവസം, പ്രത്യേകത എന്താണ്? യൗമു ബദർ, ബദർ ദിവസം. അടുത്തത് ദുൽഹിജ്ജ മാസം, യൗമു അറഫ, അറഫ ദിവസം, ദുൽഹിജ്ജ മാസം എത്രാമത്തെ ദിവസമാണ്? അത്താസിഉ, 9ാം ദിവസം, അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് ദുൽഹിജ്ജ മാസം, ഈദുൽ അദ്ഹ, ഈദുൽ അദ്ഹ അഥവാ വലിയ പെരുന്നാൾ ദുൽഹിജ്ജ മാസത്തിൽ എത്രാം ദിവസമാണ്? അൽ അയ്യാമു എന്ന കോളത്തിൽ അൽ ആഷിറു, 10ാം ദിവസം. അടുത്തത് റജബ് മാസം, മിഅ്റാജുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് റജബ് മാസത്തിൽ 27ാം ദിവസമാണ്. അപ്പോൾ അൽ അയ്യാമു എന്ന കോളത്തിൽ അസ്സാബിഉ വൽ അശ്റൂൻ. 3, നക്തുബുൽ മുലാരിയ, നമുക്ക് മുലാരി എഴുതാം. ഒന്ന്, വസല, മുലാരി എഴുതുമ്പോൾ അതിലേക്ക് തുടക്കത്തിൽ ഒരു യാ അല്ലെങ്കിൽ താ കൂട്ടിയിട്ടാണ് മുലാരി എഴുതുക എന്ന് നമുക്കറിയാം. വസല യഗ്സിലു, വസല കഴുകി, യഗ്സിലു കഴുകുന്നു അല്ലെങ്കിൽ കഴുകും. 2, ജാ വന്നു, യജീഉ വരുന്നു അല്ലെങ്കിൽ വരും. 3, ജലസ ഇരുന്നു, യജ്ലിസു ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കും. 4, സ്വനഅ ഉണ്ടാക്കി അല്ലെങ്കിൽ പാചകം ചെയ്തു, യസ്നഉ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പാചകം ചെയ്യുന്നു. 5, ദഹബ പോയി, യദ്ഹബു പോകുന്നു. 6, കനസ അടിച്ചുവാരി, യക്നുസു അടിച്ചുവാരുന്നു. 4, നുബയ്യിനുൽ ജംഅ, നമുക്ക് ജംഅ എഴുതാം. ഇവിടെ ഏകവചനം മുഫ്രദ് തന്നിട്ടുണ്ട്, അതിൻ്റെ ജംഅ അഥവാ ബഹുവചനം എഴുതണം. ത്വാലിബുൻ വിദ്യാർത്ഥി, ജംഅ തുല്ലാബുൻ വിദ്യാർത്ഥികൾ. വാജിബുൻ നിർബന്ധമായത്, വാജിബാത്തുൻ നിർബന്ധമായ കാര്യങ്ങൾ. 3, ദർസുൻ പാഠം, ദുറൂസുൻ പാഠങ്ങൾ. 4, സൊഫുൻ ക്ലാസ്, സുഫൂഫുൻ ക്ലാസുകൾ. 5, വറക്കത്തുൻ പേപ്പർ, വറക്കാത്തുൻ പേപ്പറുകൾ അല്ലെങ്കിൽ കടലാസുകൾ. 6, ഉസ്താദുൻ അധ്യാപകൻ, അസാതിദത്തുൻ ഉസ്താദുമാർ. 5, നുമയ്യിസുൽ ഇസ്മ വൽ ഫിഅല വൽ ഹർഫ, ഇസ്മ ഫിഅല് ഹർഫ് വേർതിരിക്കാം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ഇദാ ജാ വന്നാൽ, നസ്റുല്ലാഹി അള്ളാഹുവിൻ്റെ സഹായം വന്നാൽ, വൽ ഫത്ഹു വിജയവും വന്നാൽ, വറഅയ്തൻ നാസ ജനങ്ങളെ അങ്ങ് കണ്ടാൽ, യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ അള്ളാഹുവിൻ്റെ മതത്തിൽ അവർ കൂട്ടമായി പ്രവേശിക്കുന്നതായിട്ട്. ഇദാ ജാ, ഇദാ എന്നത് ഹർഫാണ്. ഇദാ ജാ വന്നാൽ എന്നാണ് അർത്ഥം. ജാ വന്നു, അപ്പോൾ അത് ഫിഅലാണ്. വന്നു എന്ന് പറയുമ്പോൾ ചെയ്ത് കഴിഞ്ഞു, ചെയ്തു, ചെയ്യുന്നു, ചെയ്യും, ഈ അർത്ഥങ്ങളിൽ വരുമ്പോഴാണ് മാലിയോ മുലാരിയോ ആയ ഫിഅലാവുന്നത്. ജാ വന്നു, വരിക എന്നത് ചെയ്തു കഴിഞ്ഞു, അപ്പോൾ ജാ ഫിഅല്. ഇദാ ജാ വന്നാൽ, ഇദാ എന്ന് വരുമ്പോഴാണ് ആൽ എന്ന ഒരു അർത്ഥം ഇവിടെ വരുന്നത്. ഇദാ ഹർഫാണ്. നസ്റു സഹായം, അത് ഇസ്മാണ്. അല്ലാഹി ഇസ്മ്. വൽ ഫത്ഹ് വാവ് ഹർഫ്. അൽ ഫത്ഹു വിജയം, അത് ഇസ്മാണ്. വറഅയ്ത വാവ് ഹർഫ്. റഅയ്ത നീ കണ്ടു, കണ്ടു എന്നത് ഫിഅലാണ്. റഅയ്ത ഫിഅല്. അന്നാസ ജനങ്ങൾ, ഇസ്മ്. യദ്ഖുലൂന പ്രവേശിക്കുന്നു, ഫിഅല്. ഫി ഹർഫ്. ദീനി മതം, ഫി ദീനി മതത്തിൽ, ദീന് മതം, ഇസ്മ്. അല്ലാഹി ഇസ്മ്. അഫ്വാജൻ കൂട്ടമായി, കൂട്ടം, ഇസ്മ്. 6, നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം. മൻ ജദ്ദ വജദ, പരിശ്രമിച്ചവൻ എത്തിച്ചു, പരിശ്രമിച്ചവന് ലഭിക്കും അഥവാ പരിശ്രമിച്ചവനാണ് വിജയം. 2, അസ്സാലബു ഫിൽ ഖഫസി, കുറുക്കൻ കൂട്ടിലാണ്. 7, നുകമ്മിലുൽ ഫറാഗ ബിൽ മുനാസിബി മിനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചതുകൊണ്ട് വിട്ട ഭാഗം നമുക്ക് പൂരിപ്പിക്കാം. 1, യാ തുല്ലാബു, വിദ്യാർത്ഥികളെ ഡാഷ് കുല്ലുക്കും നാജിഹൂൻ, നിങ്ങളെല്ലാവരും വിജയിച്ചവരാണ്. അന്തും നിങ്ങൾ പല പുരുഷന്മാർ, അന്തും നിങ്ങൾ പല സ്ത്രീകൾ.
ഇവിടെ തുല്ലാബ് വിദ്യാർത്ഥികൾ അത് മുദക്കറാണ്. അപ്പോൾ അവിടെ യോജിക്കുന്നത് അന്തും. യാ തുല്ലാബു എ വിദ്യാർത്ഥികളെ, അന്തും നിങ്ങൾ, കുല്ലുക്കും നാജിഹൂൻ എല്ലാവരും വിജയിച്ചവരാണ്. യാ ത്വാലിബത്താനി എ രണ്ട് വിദ്യാർത്ഥിനികളെ, പെൺകുട്ടികളാണ്. മുജിത്തഹിദത്താനി നിങ്ങൾ രണ്ടാളും പരിശ്രമിച്ചവരാണ്. ഇലൈക്കുമ നിങ്ങൾ രണ്ടാളിലേക്കും, അന്തുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ, രണ്ടർത്ഥവും വരും. ഇവിടെ അന്തുമ. യാ ത്വാലിബത്താനി എ രണ്ട് വിദ്യാർത്ഥിനികളെ, അന്തുമ നിങ്ങൾ രണ്ടാളും, മുജിത്തഹിദത്താനി പരിശ്രമിച്ചവരാണ്. ഇത്രയും ചോദ്യങ്ങളാണ് 4ാം ക്ലാസ്സിൻ്റെ ലിസാനിൻ്റെ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഉന്നത വിജയം കരസ്ഥമാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.